കനകൻ സാറല്ലേ? ഏട്ടനില്ലല്ലോ, ഏട്ടൻ 2-3 ദിവസം കഴിയും വരാൻ. സാറിനോടൊരു പരാതി പറയാനായിരുന്നു. എന്തു പറ്റി? വീട്ടിലൊരു സമാധാനവും ഇല്ല ചേച്ചി. എന്നും സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ അടിയും വഴക്കുക. അപ്പൊ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കായിരുന്നില്ലേ? സ്റ്റേഷനിൽ പോയി പറയാനൊക്കെ പേടിയായിട്ടാ ചേച്ചി. എൻ്റെ കുട്ടികളുടെ അച്ഛനല്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു കഷ്ടമല്ല, എന്തോരം സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ച വെച്ചാ. ഒറ്റ മോളം കൊണ്ടാണ്. ചിലവര് കൊടുക്കാത്തവന്മാരെ കണ്ടാ എടുത്തിട്ട് ഇടിക്കണം. ചെസ് കളിക്കാം. പെണ്ണിന്റെ ഭർത്താവാ. ഓ, അപ്പൊ ഇവനാണ് താരം. വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ തല നിനക്ക് ആരുടെ അധികാരം? ഇയാളാരെ? ഇരിക്കുന്നുണ്ടില്ലേ? അച്ചാച്ചൻ ഇപ്പൊ ഇതിൽ ഇടപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഏട്ടൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലോട്ട് പൊയ്ക്കോളാനാ പറഞ്ഞത്. അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് പൊക്കുവന്നു. മര്യാദക്ക് പൊക്കോ. വിളിക്കണ്ടാട്ടോ ലില്ലി, വെറുതെ നിനക്കും കൂടി ചീത്ത വെക്കും. നല്ല ചീത്ത പറയും. ക്ലീറ്റോ നല്ല ദേഷ്യത്തിലിരിക്കണേ. റിങ് ചെയ്യുന്നുണ്ട്, തനിയെ സംസാരിച്ചു. ക്ലീറ്റോ മച്ചമ്പി, ഞാൻ സ്റ്റേഷനിലോട്ട് പോണോ? എന്താണ്ട് പൊളിറ്റിക്കലും എന്താണ്ട് പ്രോട്ടോകോൾ എന്നൊക്കെ പറഞ്ഞിട്ട് രക്തബന്ധം എന്താ ഇപ്പം? ഈ വീട്ടിൽ വന്ന് നമ്മുടെ അടുത്തൊരു സഹായം ചോദിച്ചല്ലേ, ഞാൻ പോയി കീഴടങ്ങും. തൂക്കുവരം എങ്കിൽ തൂക്കുവരം. എന്നാ പിന്നെ ഞങ്ങൾക്കൊരു ഫോട്ടോ തന്നേരെ. എന്തിന്? ഇവിടെ എവിടെയും തൂക്കാം. എന്തു പറ്റി? ഇത് എവിടെയായിരുന്നു? ഇതാരാ? എന്റെ കൂട്ടുകാരൻ. എവിടെയായിരുന്നു? സ്റ്റേഷനിൽ പോയില്ലേ? ഇവിടുന്ന് സ്റ്റേഷനിൽ കീഴടങ്ങാനായിട്ട് ഇറങ്ങിയില്ലേ, ആ മേലെ റോഡിൽ ചെന്നതേ ഓർമ്മയുള്ളൂ. ഒരു ഒമിനിക്കകത്ത് കുറെ പയ്യന്മാർ വന്ന് റബ്ബർ ഷീറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ഇടുന്ന പോലെ എന്നെ മലത്തിൽ കിടത്തി ഇടിയോടിടി കൊണ്ടുപോയി തലങ്ങും വിലങ്ങും അടിച്ച് കോവളം ബീച്ചിന്റെ സൈഡിൽ കൊണ്ടിട്ട്. ആര്? ആ അനിലിന്റെ അനിയനും കുറെ ഗുണ്ടപ്പയ്യന്മാര്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോലെ പോലെ എത്ര പ്രാവശ്യം പറഞ്ഞ അച്ചാ? ഞാനറിഞ്ഞ ഇങ്ങനെ ഗുരുവാകുന്നു. വല്ല കാര്യം ഉണ്ടായി? നിനക്ക് കാര്യം ഉണ്ടായാ? ബീച്ചിലെ കാറ്റായിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. മതാമാരെ കാണാൻ വന്ന സാമേത എന്നെ പിടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നത്. സ്റ്റേഷനിൽ പരാതി കൊടുത്തത് അനിലല്ല, കെട്ടിയനെ അടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ വന്നില്ലേ വിജയമ്മ? എന്താണ് പേര്? അവളാ പരാതി കൊടുത്തത്. ഭർത്താവിനെ റോഡിൽ വെച്ച് ആക്രമിച്ചെന്നും പറഞ്ഞില്ല. ഇല്ല, പിന്നൊരു കാര്യം, പോലീസുകാർ അറിയാണ്ട് അടി അവന്മാരെ അടിച്ച് ഇനി സ്റ്റേഷനിൽ പോയി അവരുടെ അടിയിട്ട് ഞാൻ മേടിക്കണം. അവരുടെ അടി എന്തായാലും കിട്ടുമല്ലോ. പച്ചമ്പഴൊന്ന് വിളിച്ചു പോയില്ല. ഇനി ജീവിതത്തിൽ ഒരാൾക്ക് ചാവുമാരും ചെയ്യത്തില്ല. താഴത്തെ സുലിച്ചേച്ചി തിരക്കിയായിരുന്നു. സുലിച്ചേച്ചിയുടെ ഭർത്താവ് എപ്പോഴും അടിയാന്ന് തമ്പിയണ്ണനെ. അപ്പോ റൊണാൾഡോ സഹായിക്കുമോന്ന്. കൈയൊന്ന് പിടിച്ചോളെ, കൈയൊന്ന് പൊക്കിത്ത. ഒരു പരിപാടിക്ക് ഞാനില്ല.